കുട്ടൂസ് വെജ് ഫുഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടലയും കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ളൊരു സലാഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല, അതേ അളവിൽ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ച് ഊറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം. അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല പൗഡർ, ഒരു സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ ഇതിന് വേണ്ട ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്നിട്ട് യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായി യോജിപ്പിച്ചിട്ട് ഇനി ഒരു 2 മണിക്കൂർ അതങ്ങനെ ഇരിക്കട്ടെ, എല്ലാം ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ അതെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് വയ്ക്കുന്നത്. നമുക്കിനി കട്ടി ചീഞ്ചട്ടിയിലുണ്ടെങ്കിൽ ചീഞ്ചട്ടിയിലും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം, കല്ലിൻ്റെ ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ടും ഈ രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് എന്താണോ സൗകര്യപ്പെട്ടാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് വയ്ക്കുന്നത്. ഞാൻ 450 ഡിഗ്രി 22 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതാ നല്ല ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ചട്നി തയ്യാറാക്കണം. അപ്പോൾ അത് അവക്കാഡോ ഉപയോഗിച്ചിട്ടുള്ള ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവക്കാഡോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ കാമ്പൊക്കെ എടുത്തിട്ട് ഒരു അവക്കാഡോ ആണ് എടുക്കുന്നത്. കാമ്പ് എടുത്തിട്ട് പിന്നെ നമ്മൾ മല്ലിയില, 2 പച്ചമുളക്, തൈര്, ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണത് അരച്ചെടുക്കുന്നത്. പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർത്താൽ മതി. ഇത് പേസ്റ്റ് രൂപത്തിൽ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്കോ ഒരു ബൗളിലേക്കോ ഇതിലെങ്കിലും ആവശ്യാനുസരണം കുറേശ്ശെ ഇങ്ങനെ എടുക്കുക, പരത്തുക. അതിൽ പരത്തിയതിൻ്റെ മേലെ നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല, കോളിഫ്ലവർ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആവശ്യാനുസരണം ഓരോ പ്ലേറ്റിലും ഈ രീതിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇങ്ങനെയാണ് ഇവിടുത്തെ, ഞാനിപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഇവിടുത്തെ ആൾക്കാർ സ്നാക്സായിട്ട് ഈ രീതിയിൽ, ഇത് ഒട്ടും എണ്ണ ഇല്ലതാനും, എന്നാൽ നല്ല ഹെൽത്തിയാണ് താനും. ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും, വയറ് നിറയും ചെയ്യും. എണ്ണയൊന്നുമില്ലാതെ ഈ അവക്കാഡോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ.